ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിന ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിന ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് പാഷൻ സൺഡേ, കഷ്ടാനുഭവ ഞായർ ആണ്. ഈ ദിവസം ക്രൂശിനെ കുറിച്ചുള്ള ചിന്തയാണ് സഭ പങ്കുവയ്ക്കുന്നത്. ഇസ്രായേൽ കാത്തിരുന്ന പ്രത്യാശയായിരുന്നു മശിഹായുടെ വരവ്. ആവർത്തനം 18:15 മോശ നൽകിയ ഒരു പ്രവചനമായിരുന്നു ഈ പ്രത്യാശയുടെ അടിസ്ഥാനം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ മധ്യയെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും എന്നതായിരുന്നു ഈ പ്രവചനം. പഴയ നിയമ പ്രവാചകന്മാർ പലരും മശിഹയെ വീക്ഷിച്ചത് പ്രവാചകനായും രാജാവായും കഷ്ടം സഹിക്കുന്ന ദാസനായും ഒക്കെ ആയിരുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ക്രൂശിൻ്റെ ദർശനം ക്രൂശിൽ വെളിപ്പെട്ട മശിഹ എന്ന ചിന്തയിലേക്ക് നയിച്ചു. ഇന്ന് സഭയ്ക്ക് ആവശ്യം ക്രൂശിൽ വെളിപ്പെട്ട മശിഹയുടെ ദർശനമാണ്. യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട മശിഹ ക്രൂശിലെ മശിഹയാണ്. ക്രൂശ് ഏറ്റവും നിന്ദ്യമായിരുന്നു എങ്കിലും വിശ്വാസികളുടെ ദൃഷ്ടിയിൽ ക്രൂശ് അമൂല്യവും വിശുദ്ധവും ആണ്. രക്ഷയുടെ ശക്തി അനുഭവിക്കുന്നവർ ക്രൂശിൽ പ്രശംസിക്കുന്നു. ദൈവത്തിനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ എന്നേക്കുമായി പൂർത്തിയാക്കിയ നിത്യ രക്ഷയാണ് ക്രൂശിൻ്റെ പ്രാധാന്യത്തിന് കാരണം. ക്രൂശിലെ ഈ നിത്യരക്ഷ അനുഭവമാക്കിയ ഒരു രാജാവാണ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലോവിസ്. യേശുവിൻ്റെ ക്രൂരമായ ക്രൂശ് മരണത്തെക്കുറിച്ച് കേട്ട രാജാവ് യേശുവിനെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചു. യേശുവിനെ ക്രൂശിച്ചത് വായിച്ച രാജാവ് പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ശത്രുക്കളെ വധിച്ച് യേശുവിനെ രക്ഷിക്കുമായിരുന്നു. വീണ്ടും തൻ്റെ പഠനം തുടർന്നു. രാജാവിൻ്റെ ആദ്യ ചിന്തയ്ക്ക് മാറ്റമുണ്ടായി. രാജാവ് പറഞ്ഞു, ഞാൻ ശത്രുക്കളെ നശിപ്പിക്കില്ലായിരുന്നു, കാരണം യേശു ശത്രുക്കളെ സ്നേഹിക്കുകയായിരുന്നു. അതുകൊണ്ട് ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തി യേശുവിനെ രക്ഷിക്കുമായിരുന്നു. രാജാവ് തൻ്റെ പഠനം തുടർന്നു. താൻ ക്രൂശിൻ്റെ മഹത്വം ഗ്രഹിച്ചു. തുടർന്ന് സ്നാനപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയായി. പിന്നീട് പറഞ്ഞു, ഞാൻ ക്രൂശിനടുത്തുണ്ടായിരുന്നുവെങ്കിൽ അവനോടുകൂടെ കുരിശിൽ മരിക്കുമായിരുന്നു. ക്രൂശ് വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ നേർചിത്രമാണ് ഇത്. കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നത് ക്രൂശാണ്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു റോമക്കാർ ക്രൂശ് ഉപയോഗിച്ചിരുന്നത്. ക്രൂശ് മരണം വിധിക്കപ്പെട്ടതിന് ശേഷം ചാട്ടുവാർ കൊണ്ട് അടിച്ചും ശാരീരികമായി പീഡിപ്പിച്ചുമായിരുന്നു ക്രൂശിൽ തറച്ചിരുന്നത്. വേദനയുടെയും അപമാനത്തിൻ്റെയും ചരിത്രമായിരുന്നു കുരിശിന് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ യേശു ക്രൂശിക്കപ്പെട്ടതോടുകൂടി ക്രൂശ് ആശ്വാസത്തിൻ്റെയും രക്ഷയുടെയും പ്രതീകമായി മാറി. യേശു ക്രൂശിൽ കയറിയത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവും അകൃത്യവും വഹിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ക്രൂശ് കഷ്ടത്തിൽ ഉള്ളവർക്ക് ആശ്വാസത്തിൻ്റെ അടയാളമായി മാറി. കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, സുവിശേഷ നിമിത്തം ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഞങ്ങളെ അധൈര്യപ്പെടുത്തുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുമ്പോഴും ക്രൂശിൻ്റെ ദർശനം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല, കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനുള്ള ശക്തിയും ക്രൂശിൻ്റെ ദർശനം ഞങ്ങൾക്ക് നൽകുന്നു. 2 കൊരിന്ത്യർ 1:4-5 വാക്യങ്ങളിലാണ് ഇത് നാം കാണുന്നത്. കർത്താവ് കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയും അതോടൊപ്പം കഷ്ടതകൾ നേരിടുവാൻ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയുന്നത്, ഏഷ്യയിൽ വെച്ചുണ്ടായ കഷ്ടത മരിക്കും എന്ന സ്ഥിതിയിൽ വരെ ഞങ്ങളെ എത്തിച്ചു.
ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു എന്ന 2 കൊരിന്ത്യർ 1:8 വാക്യം. ഈ സാഹചര്യത്തിൽ, അതായത് കഷ്ടതയുടെയും നിരാശയുടെയും മധ്യത്തിൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ പൗലോസ് ആശ്രയിച്ചു. തുടർന്ന് പൗലോസ് പറയുന്നു, മറ്റുള്ളവർക്ക് ക്രൂശ് നാശത്തിൻ്റെയും കഷ്ടതയുടെയും അനുഭവമായിരുന്നുവെങ്കിൽ ക്രൂശ് എനിക്ക് ആശ്വാസത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവമാകുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 2 കൊരിന്ത്യർ 1:5 വാക്യം. കഷ്ടത നമ്മെ നിരാശയിലേക്ക് നയിക്കുമ്പോൾ, കഷ്ടത നമ്മെ അധൈര്യപ്പെടുത്തുമ്പോൾ ക്രൂശിൻ്റെ ദർശനം പ്രത്യാശ നൽകുന്നു. ക്രൂശിൻ്റെ ദർശനം ധൈര്യം നൽകുന്നു. ക്രൂശിൻ്റെ ദർശനം ആശ്വാസം നൽകുന്നു. ബംഗാളിൽ മോഷ്ടാക്കളുടെ കൂട്ടമാനഭംഗത്തിനിരയായ 72 വയസ്സുള്ള കന്യാസ്ത്രീ പറഞ്ഞത്, ക്രൂശിൻ്റെ ദർശനം എനിക്ക് ആശ്വാസം നൽകി. നോമ്പുകാലത്ത് പീഡാനുഭവത്തോട് ചേർന്ന് നിൽപ്പാൻ ലഭിച്ച അവസരമായി ഞാൻ ഇതിനെ കാണുന്നു. എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു. രോഗവും കഷ്ടതയും നമ്മെ അലട്ടുന്നുണ്ടോ? ജീവിത പ്രതിസന്ധികൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ക്രൂശിന് ചുവട്ടിലേക്ക് ഇപ്പോൾ തന്നെ അടുത്തിയെല്ലാം. ക്രൂശിന് ദർശനം ലോകത്തിന് തരുവാൻ കഴിയാത്ത നിത്യസമാധാനവും ശാന്തിയും നമുക്ക് നൽകും. കർത്താവേ, കഷ്ടതയിൽ ആശ്വാസം നൽകുന്ന ക്രൂശിൽ അഭയം കണ്ടെത്തുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ആയിരം